പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവരും കാത്തിരുന്നത് പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതോടുകൂടി നിങ്ങൾ അതെങ്ങനെയാണ് പരിശോധിക്കേണ്ടത് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ അടക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത ഓപ്ഷൻ ആണെങ്കിലും. ഇതാണ് വെബ്സൈറ്റിൽ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷന് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും നിങ്ങൾ അപേക്ഷ സമയത്ത് കിട്ടിയതാണ്. നിങ്ങളുടെ മൊബൈലിലോ ഇമെയിലിലോ ലഭ്യമായിരിക്കും. മൊബൈലിലെ മെസ്സേജിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഞാൻ എൻ്റെ ഒന്ന് നൽകുകയാണ്, എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതാണ്. ഇതിൽ നിങ്ങൾ അലോട്ട്മെന്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അലോട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് MMM കോളേജിൽ BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് ഡബിൾ മേജർ വിത്ത് ഓണേഴ്സ് എയ്തർ ഇൻ ജേർണലിസം ഓർ സെയിൽസ് മാനേജ്മെന്റ് കോഴ്സിനാണ്. ഓപ്പൺ മെറിറ്റിലാണ്. റിസർവേഷൻ ഓപ്പൺ എന്ന് നിങ്ങൾ കാണാം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭ്യമായതാണ്. SC ST വിഭാഗങ്ങൾക്ക് SC ST ഉണ്ടാവും, അവർക്കും ചിലപ്പോൾ ഓപ്പൺ എന്ന് കാണാം. അതിന് കാരണം അവർ ഓപ്പൺ മെറിറ്റിലൂടെയാണ്, ജനറൽ മെറിറ്റിലൂടെയാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് റിസർവേഷൻ കാറ്റഗറി എന്ന് കാണാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് ഇത് ലഭിച്ചത്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഈ ഗ്രീൻ കാണുന്ന പേ യുവർ മാൻഡേറ്ററി ഫീ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാൻഡേറ്ററി ഫീ അടക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അലോട്ട്മെന്റിലെ പ്രക്രിയ കഴിഞ്ഞു. ദർ ഇസ് നോ കറന്റ് അലോട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം നോ കറന്റ് അലോട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് ചെക്ക് ചെയ്ത് ഇത് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് മാൻഡേറ്ററി ഫീ അടക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ അടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാൻഡേറ്ററി ഫീ ആയിട്ട് SC ST OEC വിദ്യാർത്ഥികൾ 155 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾ 610 രൂപയാണ് നൽകേണ്ടത്. കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾക്ക് 26/6/2025 വരെ മാൻഡേറ്ററി ഫീ അടക്കാവുന്നതാണ്. മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. സ്റ്റുഡൻസ് ലോഗിനിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ചലാൻ റെസിപ്റ്റ് എന്ന് കാണുമല്ലോ, അതിൽ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ കഴിയണം. മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചലാൻ റെസിപ്റ്റ് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 26-ാം തീയതിയാണ്. കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ വരുന്ന 24-ാം തീയതി വരെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഹയർ ഓപ്ഷൻ എന്താന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഭാഗികമായോ പൂർണ്ണമായിട്ടോ ഡിലീറ്റ് ചെയ്യാം. എനിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ എനിക്ക് അതിന് മുകളിലുള്ള 4 ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. ഇനി എനിക്ക് അതിന് മുകളിലുള്ള 1ാമത്തെ ഓപ്ഷനോ 2ാമത്തെ ഓപ്ഷനോ അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ഇപ്പൊ എനിക്ക് ഈ അലോട്ട്മെന്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. ഞാൻ ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് 3ാമത്തെ ഓപ്ഷനാണ് അടുത്ത അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം 3ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 3ാമത്തെ ഓപ്ഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷൻ എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതാണോ കിട്ടുന്നത് അതാണ് എടുക്കേണ്ടത്. പിന്നെ എനിക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭ്യമാകില്ല എന്നുള്ള കൂടി